ഇപ്പോൾ ടീം വർക്ക് പ്രസ്ഥാനം നമ്മളെപ്പോലുള്ളവർക്ക് കൂടുതലും നമ്മൾ അതിനെക്കുറിച്ച് വായിക്കാൻ അറിയാൻ ഇടപെട്ടത് അജയേട്ടനുമായിട്ട് ബന്ധപ്പെട്ട്. അജയേട്ടൻ എത്രത്തോളം അതിൽ ഞാൻ ഒരിക്കലും ഗ്രൂപ്പിനെ ഭിന്നിപ്പിച്ച് സംസാരിക്കുന്നതല്ല. എന്താണ് അജയേട്ടൻ എന്തൊക്കെയാണ് ആ കമ്പനിയെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത്? അതായത് ഏത് കമ്പനി എന്നുള്ളത് ജീവനുള്ളൊരു വസ്തുവല്ല. ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്വഭാവം, അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പല ആളുകളും മാർക്കറ്റിൽ നമ്മളെപ്പറ്റി പറയുന്നതാണ് നമ്മുടെ ക്യാരക്ടർ. ആ ക്യാരക്ടർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതുണ്ടാവുന്നത് അതിലെ സീനിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആളുകളുടെ സ്വഭാവത്തിൽ നിന്നുകൂടിയാണ്. ആ മനുഷ്യനാണ് ആ കമ്പനിക്ക് സ്വഭാവം കൊടുക്കുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് ഒരിക്കലും എന്താ പറയുക, നമ്മുടെ തീരുമാനങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, അതല്ല ലീഡർഷിപ്പ്. പക്ഷേ എല്ലാവരുടെ തീരുമാനങ്ങളെയും ഉൾക്കൊള്ളുക. ആ ഉൾക്കൊള്ളുന്ന എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കണമെന്നില്ല. ആ തീരുമാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക, അതാണ് ലീഡർഷിപ്പ്. അപ്പോൾ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള 1-2 ആളുകൾ മതി. നമ്മൾ പൊളിറ്റിക്കലായി ചിന്തിക്കാതെ കമ്പനിയുടെ ഒരു പുരോഗതിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നു എന്നുള്ള തോന്നൽ നമ്മുടെ അണികളിൽ ഉണ്ടാവുക. അതാണ് എനിക്ക് തോന്നുന്നു ഒരു കമ്പനിയുടെ വിജയരഹസ്യം. അത് അതിൽ ഇപ്പോൾ 80കളിലെ സ്കൈലാബിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഏറ്റവും വലിയ ടെക്നോക്രാറ്റ്സ്, സയൻറ്റിസ്റ്റുകൾ, മാത്തമാറ്റീഷ്യൻസ് ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ദൗത്യം, അമേരിക്കയുടെ നാസയുടെ ദൗത്യം പരാജയപ്പെടുകയാണ്. അതിന് കാരണം എന്താണ്? കാരണം ആരും ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ലീഡേഴ്സ് ആവുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരു പ്രോജക്റ്റ് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ലീഡർഷിപ്പ് എന്നുള്ളത് നമ്മുടെ തീരുമാനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു എന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന നിമിഷം നമ്മളൊരു ലീഡർ അല്ലാതാവുകയാണ്. അതേസമയം ഇപ്പോൾ ഇതിന് നേതൃസ്ഥാനത്തുള്ളവരെ സംബന്ധിച്ചാണ് അജയേട്ടൻ്റെ അഭിപ്രായം. ഒരു തൊഴിലാളി അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കണം മനോഭാവം ഇത്തരം ഒരു വലിയ കമ്പനിയിൽ? അതായത് നമുക്ക് ആളുകളെ മാറ്റാനായിട്ട് അങ്ങനെ ബേസിക് സ്വഭാവങ്ങൾ മാറ്റാൻ സാധിക്കില്ല. പക്ഷെ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് പലതരത്തിലുള്ള ആളുകളുണ്ടാവും, അല്ലേ? അത് നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷെ ആ അഭിപ്രായങ്ങളിൽ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ഒരു ലീഡർ കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് അത് എപ്പോഴും അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ അവർക്കും ആ പാതയിലേക്ക് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ലീഡർഷിപ്പിൻ്റെ തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ അതേ സ്വഭാവം താഴെയുള്ളവർ കാണിക്കും. ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കുറ്റബോധമാണ് ഒരാളുടെ വ്യക്തിത്വത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുറ്റബോധമായാലും നമ്മുടെ മനസ്സിനുള്ള എന്താ പറയുക, ഒരു നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീലിങ്സ് രണ്ടും നമ്മുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ ഇമേജിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ആ രീതിയിൽ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുക, അല്ലേ? എപ്പോഴും വിക്ടിം ആയിട്ടുള്ള ഒരാളെ പുറത്തെ ഒരാൾ കാണുമ്പോൾ ഈ മനുഷ്യനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയും. അതല്ല, ഈ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമാണെന്ന് നമ്മൾ പറയുമല്ലോ. അതായത് ഇപ്പോൾ ഞാൻ എന്നെ MA യൂസഫ് അലിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്നും വിക്ടിമാവും. എനിക്ക് അദ്ദേഹമാവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു കലാകാരൻ വേറെ കലാകാരനെ, ഒരു പാട്ടുകാരൻ യേശുദാസിനെ അല്ലെങ്കിൽ TM കൃഷ്ണയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വിക്ടിമായി മാറുകയുള്ളൂ. അപ്പം നമുക്കാണ് ആദ്യം നമ്മളോട് ഏറ്റവും ഇഷ്ടം ഉണ്ടാവേണ്ടത്. സ്വയം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഏറ്റവും വേണ്ടത് നമ്മൾ സ്വയം ആദ്യം ഇഷ്ടപ്പെടണം. അപ്പോൾ മറ്റുള്ളവരെ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്താനും അവർക്ക് ഇഷ്ടം വരാനും. അപ്പോൾ കമ്പനിയുടെ സ്വഭാവത്തിൽ സാധാരണ ജോലിക്കാരന് പ്രത്യേകിച്ചൊരു പങ്ക് വഹിക്കാനില്ല. അവരുടെ ക്വാളിറ്റീസിനെ, അവരുടെ പോസിറ്റീവ് തോട്ട്സിനെ, അവരുടെ കഴിവുകളെ ഉപയോഗിക്കേണ്ടത് ആ ലീഡർഷിപ്പ് തന്നെയാണ്. അജയേട്ടൻ അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു കമ്പനിയിൽ ഇപ്പോൾ ഉയർന്ന പദവിയിലിരിക്കുന്ന കമ്പനിയിൽ എത്തുമ്പോൾ മറ്റുള്ളവർക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നു? നമ്മൾ മനുഷ്യർക്കുള്ള എല്ലാവർക്കും ബേസിക്കലി ഒരേ സ്വഭാവമാണ്. അതായത് പെർഫെക്റ്റ് അല്ലാത്ത മനുഷ്യ സമൂഹത്തിനെ, എന്താ പറയുക, സമ്പൂർണ്ണതല്ലാത്ത അവരാണല്ലോ മനുഷ്യരാശി. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ ഒരു ഇംപെർഫെക്റ്റ് തന്നെയായ ഒരു മനുഷ്യൻ ലീഡ് ചെയ്യുന്നതാണ് ലീഡർഷിപ്പ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായ മനുഷ്യനുള്ള പല
എന്താ നെഗറ്റീവ് ക്യാരക്ടറും അല്ലെങ്കിൽ സ്വഭാവങ്ങളൊക്കെ എല്ലാവരിലും കാണും. അപ്പോൾ ആദ്യം പ്രത്യേകിച്ച് നമ്മൾ നാഷണാലിറ്റികൾ, അതായത് ഇപ്പോൾ ഒരു ഇന്ത്യനെ, അവിടെ അറബ് വംശജരാണ് അധികമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളെ നമ്മളുടെ കഴിവുകൾ ആദ്യം അംഗീകരിക്കണമെന്നില്ല. അതിപ്പോൾ നമ്മളായാലും പുറത്തുനിന്നുള്ള ഒരാൾ വരുമ്പോൾ നമുക്ക് എത്രയായാലും ഇത് ചോദിക്കാൻ ഇയാൾ ആരാണ് എന്ന ഒരു ചോദ്യമാണ് വരുമല്ലോ. പ്രത്യേകിച്ച് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ വരുന്നു. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും തോന്നുന്നില്ല. പക്ഷേ നമ്മളുടെ നിലപാടുകളാണ്. ആരെ നോക്കിക്കോളൂ, ഇപ്പോൾ ജീവിതത്തിൽ വിജയം വരിച്ച ആരെ എടുത്തോളൂ, അത് പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ടുള്ള എബ്രഹാം ലിങ്കൺ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി, പഴയ കാലം തൊട്ട് പുതിയ തലമുറ വരെയുള്ള ആരെ എടുത്താലും നിലപാടുകളിലുള്ള അവരുടെ വ്യതിചലിക്കാത്ത സമീപനം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആത്മാർത്ഥത, കമ്മിറ്റ്മെൻറ്റ്, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റോ ശരിയോ എന്ന് ഭാവിയിൽ ചിലപ്പോൾ അതിനെ വിമർശിക്കപ്പെടാം. പക്ഷേ ആ സമയത്ത് അവരിരുന്ന ആ തീരുമാനത്തിലുള്ള ഉറച്ച നിലപാട്, അതാണ് നമുക്കെപ്പോഴും ആവശ്യം. അപ്പോൾ അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ അംഗീകാരം പിന്നീട് നമ്മളോടുള്ള ഒരു ബഹുമാനമായി മാറും. ആ ബഹുമാനം പിന്നീട് സുഹൃത്ത് ബന്ധമായിട്ട് മാറും. അങ്ങനെ നമുക്കെപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും എല്ലാ കാര്യത്തിലും യോജിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും വേണ്ടത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ തുറന്ന ഒരു സമീപനം. നമ്മൾ ക്രിട്ടീക്ക് എന്ന് പറയും. അത് ക്രിറ്റിസിസവും ക്രിട്ടീക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ച് ഒരാളെ പറ്റി കുറ്റം പറയുന്നതാണ്. പക്ഷേ ക്രിട്ടീക്ക് എന്ന് പറയുന്നത് അതിലെ എല്ലാ കാര്യങ്ങളെയും, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവിനെയും ഒക്കെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എന്താ പറയണ്ടേ, ഒരു വ്യാഖ്യാനം. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആ ക്രിട്ടീക്ക് കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താ പറയണ്ടേ, അത് പിന്നീട് ഉള്ള ആ ബന്ധങ്ങളെ കൂടുതൽ സുദൃഢമാക്കും. അജയേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഞാൻ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. സ്വയം ഇഷ്ടപ്പെടുക ഒരു വ്യക്തിയുടെ വിജയത്തിന്. അജയേട്ടൻ ഇന്നു മുതലാണ് സ്വയം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ അന്ന് അക്കാലത്ത് ഇഷ്ടമായിരുന്നോ സ്വയം? എനിക്കങ്ങനെ എന്നെ ആദ്യം ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ എൻ്റെ വിജയം എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ആ സ്റ്റേജ്, ഇതിലത്തെ ആദ്യത്തെ പ്രക്രിയ എന്നെ സ്വയം ഇഷ്ടപ്പെടാൻ ഞാൻ പഠിക്കുകയാണ്. എൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ എനിക്കുള്ള നല്ല ക്വാളിറ്റീസിനെ എനിക്ക് തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുകയും എനിക്കുള്ള നെഗറ്റീവ് തോട്ട്സിനെ അല്ലെങ്കിൽ ആ സ്വഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പ്രേരണ, ഇതൊക്കെ ഉണ്ടാവുന്നത് ഞാൻ സ്വയം ഇഷ്ടപ്പെടുന്നതിന് ശേഷമാണ്. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു വിശദീകരിക്കാൻ പറ്റുമോ? അതെങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും, അതായത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള സക്സസ്, അത് പണം കൊണ്ടാവാം. ഇന്ന് എല്ലാത്തിനെയും പണം കൊണ്ടാണ്, സക്സസ്ഫുൾ എന്ന് പറയുന്നത് പണം കൊണ്ടാണ് ഇപ്പോൾ അളക്കുന്നത്. അതുകൊണ്ടാവാം. അതല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, അയാളുടെ ഒരു നല്ല പ്രോഡക്റ്റ്, ഒരു പുസ്തകം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് സക്സസ്, അല്ലേ? അങ്ങനെയും കൂടിയാണ് സക്സസ്സിനെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാനും ഒരു വിക്ടിം ആവാനാണ് എപ്പോഴും. എനിക്ക് കഴിവുണ്ട്, പക്ഷേ എനിക്ക് ഉയരാൻ പറ്റുന്നില്ല, നന്നാവാൻ പറ്റുന്നില്ല, അത് മറ്റുള്ളവർ കൊണ്ടാണെന്ന് ഞാനും വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം, ആദ്യ കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. അത് എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ആദ്യത്തെ കുറേ സമയങ്ങളിൽ നമുക്ക് തോന്നാം, എനിക്ക് പ്രൊമോഷൻ കിട്ടണമായിരുന്നു, അത് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ വിജയമായിട്ട് കണക്കാക്കേണ്ടത്. അത് നമുക്ക് വായനയിൽ നിന്നാവാം. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ധാരാളം സുഹൃത്തുക്കളെന്ന് പറയുന്നത് എൻ്റെ കൊളീഗ്സ് ആവാം, നാട്ടിലുള്ള സുഹൃത്തുക്കൾ, കലാകാരന്മാരായിട്ടുള്ള അതിപ്രശസ്തരായിട്ടുള്ള ആളുകൾ, എന്നെക്കാളും പ്രായം കൂടുതലുള്ള അവരുള്ള ആത്മബന്ധം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ് തൊട്ടുള്ള എങ്ങനെ എത്ര വലിയ മനുഷ്യനായാലും മുക്കാൽ ഭാഗം വരെയുള്ള മുണ്ടുടുത്ത് അതിൽ നിന്നും അതിലൊരു പ്രിൻസിപ്പിളുണ്ട്, ലാളിത്യത്തിൻ്റെ. അപ്പോൾ അങ്ങനെ അത് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് തന്നെ ഇടയ്ക്ക് നമ്മൾ വലിയൊരു കേമനാന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായി കമ്പയർ ചെയ്യുകയാണ് നമ്മുടെ മനസ്സിൽ. അത് നമ്മളെ സ്വയം ഒന്ന് താഴ്ത്തിയിരുത്താൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നൊക്കെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വായനയിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, അത് പ്രാവർത്തികമാക്കാൻ നോക്കി.
ആ പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ ഒരു 6 7 അല്ലെങ്കിൽ 10 മാസത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രവർത്തനം നമ്മളെ വേറൊരു ഒരു ഓർബിറ്റിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഓർബിറ്റിൽ നിന്ന് നമ്മളെ മറ്റൊരു വിജയത്തിൻ്റെ ഓർബിറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. മുമ്പ് പലരും പറയാറില്ലേ 10,000 മണിക്കൂർ ഏത് കാര്യം ഏത് പ്രവൃത്തിയിൽ ഒരാളെ ഇടപെട്ടാലും ആ പ്രവൃത്തിയിൽ അയാൾ ഏറ്റവും മിടുക്കനായി മാറും. അപ്പോൾ അത് ഏത് പ്രവൃത്തിയിൽ വേണമെങ്കിൽ ആവാം, അത് മാനേജ്മെൻറ്റിലാവാം, നമുക്ക് ചിലപ്പോൾ നമ്മളൊരു കലാകാരനാവണമെന്നില്ല, ഞാൻ ഒരു വലിയ എഴുത്തുകാരനാവാൻ നമുക്ക് പറ്റിയിരുന്നില്ല, പക്ഷേ നമുക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാനും അവർക്ക് പ്രചോദനം നൽകാനും നമുക്ക് പറ്റും. ഇതിലേക്ക് വഴിതിരിച്ച് വിട്ടത് അങ്ങനെ എടുത്തു പറയാവുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാവാം. ഒരു പക്ഷേ ഒരു പുസ്തകത്തിലെ ഒരു പുസ്തകമാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. അപ്പോൾ അജയേട്ടൻ പറഞ്ഞ കുഞ്ഞുണ്ണി മാഷ് കാണുക, നമ്മൾ സ്വയം ലാളിത്യം വരിക്കുക എന്ന് പറഞ്ഞ 2ാം ഘട്ടമാണ്. ആദ്യം ആ ഉയർച്ചയിലേക്കുള്ള വഴിയിലേക്ക് കൈപിടിച്ച് നടത്തിയത് എന്തെങ്കിലും സംഭവങ്ങളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ, എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ പറയാനുണ്ടോ? അനേകം സംഭവങ്ങളുടെ ആകത്തുകയാണ് അത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പലപ്പോഴായി കിട്ടിയ പാഠങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്ന ആളുകളിൽ നമ്മളോട് ചിലപ്പോൾ പെരുമാറുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവുകയാണ് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. എന്നെ മാനേജ്മെൻറ്റിൽ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ജിം കൊളിൻസ് എന്നുള്ള എഴുത്തുകാരുണ്ട്. അപ്പോൾ ആളുടെ 3 പുസ്തകങ്ങളുണ്ട്. ഗുഡ് ടു ഗ്രേറ്റ്, ഗ്രേറ്റ് ബൈ ചോയ്സ് എന്നൊക്കെ ഉള്ള 3ാമത്തെ പുസ്തകത്തിൻ്റെ പേര് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ 3 പുസ്തകങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ തന്നെ ആദ്യം എഴുതിയിട്ടുള്ള പുസ്തകം അവസാനമാണ് വായിക്കേണ്ടത്. അപ്പോൾ ഗ്രേറ്റ് ബൈ ചോയ്സാണ് അദ്ദേഹം അവസാനം എഴുതിയിട്ടുള്ളത്. അത് 7 വർഷങ്ങളുടെ റിസർച്ചാണ് ആ പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തിൽ ആർക്കും ഭാഗ്യത്തിനെ വരെ അതിൽ ലക്ക് എന്ന് പറയുന്ന ഫാക്ടറിന് നമ്മൾ പലരെയും സക്സസ്ഫുൾ ആയവരെ ഏറ്റവും ലളിതവൽക്കരിച്ച് പറയാറുണ്ട്, ഇത് ആൾക്ക് ഭാഗ്യവാനാണ് എന്ന്. പക്ഷേ ഭാഗ്യം എന്നുള്ളത് എല്ലാവരുടെ ജീവിതത്തിലും ഒരേ അളവിലാണത്രേ. ആളുടെ റിസർച്ചിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരേ അളവിലാണ് എല്ലാവർക്കും ഭാഗ്യമുള്ളത്. പക്ഷേ ഭാഗ്യം ഉള്ള സമയത്ത് ആ ഒരു എന്താ പറയുക സക്സസ്ഫുള്ളായ ആൾ ആ ഭാഗ്യത്തിൻ്റെ ഫാക്ടറിനെ ഒരു 7 10 മടങ്ങ് വർദ്ധിപ്പിക്കുക ചെയ്യുന്നത് ആ സമയത്ത്. ബാക്കിയുള്ള ഭാഗ്യമില്ല എന്ന് പറയുന്ന സമയത്ത് ആളുടെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തുള്ള ആളുടെ പ്രവർത്തനം ഒരു 10 ടൈംസ് ആളെ മറ്റുള്ളവരിൽ നിന്നും മുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ലക്ക് ഫാക്ടർ എന്നാണ് ജിം കൊളിൻസ് പറയുന്നത്. അതുപോലെ ആളുടെ പല ചെറിയ ചെറിയ ഒബ്സർവേഷൻസ് ഉണ്ട്. 3ാമത്തെ പുസ്തകം വളരെ സിമ്പിളായിട്ട് ഗ്രേറ്റ് ബൈ ചോയ്സ് എന്നുള്ള പുസ്തകം, ബിൽഡ് ടു ലാസ്റ്റ് അതാണ് ആളുടെ ഒരു പുസ്തകം. അത് ബിൽഡ് ടു ലാസ്റ്റ്, പിന്നെ ഗ്രേറ്റ് ബൈ ചോയ്സ് അവസാനത്തെ പുസ്തകം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നമ്മൾ പലപ്പോഴും പഠിക്കുന്നു. അല്ലെങ്കിൽ പല സക്സസ്ഫുള്ളായ ആളുകൾ എഴുതിയിട്ടുള്ള അവരുടെ ജീവചരിത്രങ്ങൾ, അതൊക്കെ നമുക്ക് വഴികാട്ടികളായി മാറുകയാണ്. അതെന്നെ എൻ്റെ ജീവിതത്തിൽ പുസ്തകങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ തന്നെയാണ് സത്യത്തിൽ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. ഇനി അജയേട്ടൻ അവിടെ കമ്പനിയിൽ ഔദ്യോഗിക തലത്തിൽ ഒരു സ്ഥിരതയായി, ഈ പറഞ്ഞതുപോലെ മാനസികമായും പ്രവർത്തന മേഖലയിൽ ഒരു വിജയമായി. നാട്ടിലേക്ക് ആ സമയത്തുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നാട്ടിലത്തെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ചുറ്റുപാടുകളുമായിട്ട് എന്നും നിരന്തരമായ ഒരിക്കലും അതിനൊരു ഗ്യാപ്പ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സംഘാടനം ഞാൻ അവിടെ ഒരു 2000-ൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് ജോലിയിലൊക്കെ നമ്മളൊരു സ്ഥിരത വരിക, അല്ലെങ്കിൽ അതിലത്തെ പ്രഷർ കുറയുക, അതിനുള്ള സമയത്താണല്ലോ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ മാത്രമല്ല ജോലിയിൽ എപ്പോഴും ഞാൻ തന്നെയാണ് ഈ കമ്പനി എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും വളരില്ല. അപ്പോൾ ഒരു ഡെലിഗേഷൻ എന്നുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകൾക്ക് നമ്മളോട് വിരോധം വരും, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഡെലിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഡെലിഗേഷൻ എന്താണ്? ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല ഡെലിഗേഷൻ. ആ ആളത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്നുള്ള നമ്മൾ ആദ്യ കാലങ്ങളിൽ ഉറപ്പ് വരുത്തണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളെ അടുത്ത ലെവലിലേക്ക്, നമ്മുടെ പൊസിഷൻ ആയാൽ പോലും അത് ഒഴിഞ്ഞു കൊടുക്കണം. ആ പൊസിഷൻ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയ, അത് മറ്റുള്ള ആൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളോടുള്ള ഇഷ്ടമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ എനിക്ക് അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രക്രിയ ഒഫീഷ്യൽ രംഗത്തുണ്ടാവുന്നു. അതേസമയം അന്നാണ് എനിക്ക് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ കൂടുതലായിട്ട് അങ്ങനെയാണ് കഥകളി അബുദാബിയിൽ കഥകളി കൊണ്ടുവരുന്ന സമയത്ത് ചില സംഘടനകൾ
കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒരു കഥകളി സംസ്കാരമില്ല അബുദാബിയിൽ കഥകളി കാണാത്ത കുറേ ആളുകളുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അല്ലെങ്കിൽ കണ്ടാൽ ഇപ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ ഒരു കളി വന്നുകൊണ്ട് ആരും കാണാൻ പോകണമെന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ സീരിയസ് ആയിട്ട് തുടങ്ങുന്നത് നളചരിതം 4 ദിവസം സമ്പൂർണ്ണം ചെയ്തിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ഗോപിയാശാനൊക്കെ അവിടെ വരുന്നു, നമ്മൾ ചൊല്ലിയാട്ടം ചെയ്യുന്നു. അപ്പോൾ കഥകളി എന്താണ് എന്ന് അത് നളചരിതം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന കഥയാണല്ലോ, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ആ കഥ ആളുകൾ വന്ന് കേൾക്കുന്നു, ചൊല്ലിയാട്ടം കാണുന്നു, കുട്ടികൾ വരുന്നു. അപ്പോൾ അന്ന് കഥകളി ആദ്യമായിട്ട് കണ്ട എൻ്റെ ഓഫീസിൽ തന്നെ നാസർ എന്നുള്ള ഒരാളുണ്ട്. അദ്ദേഹം പിന്നീട് എല്ലാ കളികളും എവിടെ കളി ഉണ്ടായാലും, ഇപ്പോൾ ജോലി മതിയാക്കിയ ആൾ തിരുവനന്തപുരത്ത് സെറ്റിലായി, ഇപ്പോഴും തിരുവനന്തപുരത്ത് കളി വെച്ചാൽ ആൾ കളികൾ കാണാൻ പോകും. അപ്പോൾ അങ്ങനെ ഒരാളെ, ഒരു സഹൃദയനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഒരു സംഘാടകന് ഏറ്റവും വലിയ വിജയം എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എനിക്ക് തോന്നുന്നു അജയേട്ടൻ ഈ സംഘാടനത്തിലേക്ക് കടന്നത് ഈ പറഞ്ഞതുപോലെ സ്വയം എടുത്ത തീരുമാനമാണോ, അല്ല മറ്റ് സംഘാടകർ ക്ഷണിച്ച് അങ്ങനെയാണോ തുടക്കം? അങ്ങനെയല്ല, ചിലപ്പോൾ പലപ്പോഴും നമ്മളുടെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്നൊരു പല കാര്യങ്ങളും, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും അങ്ങനെയാണ്. അതിന് ശരി തെറ്റോ എന്നുള്ളതില്ല. അത് ഒഫീഷ്യൽ തീരുമാനങ്ങളായാലും അല്ലെങ്കിൽ പുസ്തകം എഴുതുന്നതായാലും സംഘാടനത്തിലേക്കുള്ള വരവൊക്കെ ഒരു ഉൾവിളിയിൽ നിന്നാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ അപ്പോൾ വേറൊരാൾ പറയുന്നു ഇങ്ങനെ, എന്നാലത് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് നമ്മുടെ ഒരു വെൽവിഷർ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ചെറിയ കാര്യമാണെങ്കിലും അത് പിന്നീട് വലുതാവുന്നു. അപ്പോൾ അബുദാബിയിൽ ആദ്യം ഒരു കളി നടത്താം എന്നേ വിചാരിച്ചെന്നുള്ളൂ. പക്ഷേ അത് നളചരിതം 4 ദിവസം തന്നെയായിട്ട് ചെയ്യുന്നു. 10-35 ആളുകൾ അന്ന് അവിടെ വരുന്നു, ഒരാഴ്ച ക്യാമ്പ് ചെയ്ത് അത് ചെയ്യുന്നു. അതെങ്ങനെയാണ് അജയേട്ടന്? സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും ഒരു മേളത്തിൻ്റെ നടുക്കുന്നതാണ് അജയേട്ടൻ പോകുന്നത്. അപ്പോൾ ആദ്യകാലത്ത് അത്ര കഥകളിയോട് അത്ര മറ്റേ ആഴത്തിലറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് ആദ്യം കഥകളി അവതരിപ്പിക്കാൻ? അത് ഞാൻ പറഞ്ഞില്ലേ, കഥകളി നാട്ടിൽ വെച്ച് കഥകളി അങ്ങനെ വളരെ സീരിയസ് ആയി കണ്ടില്ലെങ്കിലും പിന്നീട് എൻ്റെ സുഹൃത്ത്, ഞാനും എൻ്റെ സുഹൃത്ത് രാജേഷ്, ഞങ്ങൾ ഗൾഫിൽ ഒരുമിച്ച് താമസിക്കുന്ന, വിവാഹത്തിനൊക്കെ മുമ്പ് ബാച്ചുലേഴ്സ് ടൈമിൽ, അന്ന് ഏഷ്യാനെറ്റിൽ കൂടെയാണ് ഞാൻ വീണ്ടും കളിയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് കഥകളിയോടുള്ള ഒരു എന്താ വേണ്ടേ, നമുക്കുണ്ടാവുന്ന ഒരു പ്രണയം, അത് വല്ലാതെ നമുക്കിഷ്ടമാണ്. ആ കലയോട്, ഈ പാട്ടിനോട്, പതിഞ്ഞ പദങ്ങളോട്, അതൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം. അപ്പോൾ അത് കഴിഞ്ഞിട്ടും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സംഘാടനത്തിലേക്ക് വരുന്നത്. അപ്പോൾ സംഘാടനം കഥകളിയിലാവണം എന്ന നിർബന്ധം കൊണ്ടല്ല. ആ സമയത്ത് അതിന് മുമ്പ് അവിടെ ഗോപിയാശാൻ വരുന്നു. അപ്പോൾ അദ്ദേഹത്തോടുള്ളൊരു സംഭാഷണത്തിൽ ആൾ പറയുന്നു ഇങ്ങനെ നളചരിതം 4 ദിവസം ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അന്ന് എനിക്കത് ഏറ്റെടുക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല, അതെങ്ങനെ ചെയ്യുമെന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു സംഘടനയായിട്ട് നമ്മൾ ചേരുന്നു. അന്ന് ഞങ്ങൾ മണിരംഗ് എന്നുള്ള ഒരു സംഘടന തുടങ്ങിയ സമയമാണ്. അത് കാവാലത്തിൻ്റെ ശ്രീകുമാർ ചേട്ടൻ്റെ ഒരു കച്ചേരിയോടുകൂടി തുടങ്ങുന്നു. ശ്രീവത്സൻ എൻ്റെ ഫ്രണ്ടാണ്, ശ്രീവത്സൻ വരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയത് കർണാടക സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ചില വർക്ക്ഷോപ്പുകളും ഒക്കെ ആയിട്ടാണെങ്കിലും ഈ മണിരംഗിൽ കൂടിയാണ് ആദ്യം തുടങ്ങുന്നത്. അത് അബുദാബിയിലെ കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് സഹൃദയരുടെ ഒരു കൂട്ടായ്മ എന്ന് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. ആദ്യം കച്ചേരി തുടങ്ങി. പിന്നെ ശ്രീവത്സൻ്റെ ഒരു വർക്ക്ഷോപ്പ് ചെയ്തു മ്യൂസിക്കിനെ. സംഗീതം ഇഷ്ടമാണോ? സംഗീതം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ സംഗീതം എന്താ വേണ്ടേ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ശാസ്ത്രീയമായിട്ട് പാടാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിവരമില്ലാത്ത സമയത്ത് ഞാൻ പാടാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത് കർണാടക സംഗീതമാണോ അല്ല മറ്റുള്ള? ഞാൻ കർണാടക സംഗീതം കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ സിനിമാ പാട്ടുകളും പഴയ ഹിന്ദി പാട്ടുകളൊക്കെ പാടാനായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. എനിക്ക് അത് എൻ്റെ നാട്ടിൻപുറത്ത് തന്നെ ഉള്ള ആളുടെ അടുത്താണ് പഠിച്ചത്. പിന്നീട് രാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പാട്ടുകൾ, കുറേ കച്ചേരികൾ കേട്ടും ആളുകളുടെ കുറേ സംഗീതജ്ഞരുടെ കച്ചേരികളൊക്കെ കേട്ട്, കാസറ്റുകളൊക്കെ കേട്ട്, അപ്പോൾ രാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു അത് എനിക്ക് മനസ്സിൽ ഭയങ്കര ഇതാണ്. ഒരു രാഗം മനസ്സിലായില്ലെങ്കിൽ അത് അറിയാനും ഇപ്പോൾ വളരെ എളുപ്പമാണ്, നെറ്റിൽ പോയി നമുക്ക് അടിച്ചു നോക്കി അറിയാം. പക്ഷേ അതില്ലാത്തൊരു സമയത്ത് അത് അറിയുന്നവരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരോടെങ്കിലും വിളിച്ച് ചോദിക്കണം. അപ്പോൾ അങ്ങനെ അതിൽ ഭയങ്കര ആയിട്ട് എനിക്ക് താല്പര്യമാണ് ഉള്ളൊരു. അജയേട്ടൻ്റെ വീക്ഷണം കുറച്ച് മനസ്സിലാണ്ടിരിക്കുക. അന്ന് സംഗീതമാണോ ഇഷ്ടപ്പെട്ടത്, അല്ല ഏതെങ്കിലും കലാകാരൻ്റെ പാട്ടാണോ, ശൈലിയാണോ ഇഷ്ടപ്പെട്ടിരുന്നത്? എനിക്ക് സംഗീതത്തോടാണ് എനിക്ക് കൂടുതലായിട്ട്
ഇന്ന ആളുടെ കച്ചേരി അങ്ങനെ ഒരു പ്രത്യേക ആളോട് എനിക്ക് ആഭിമുഖ്യം അങ്ങനെ തോന്നിയതായിട്ട് എനിക്ക് ഇതില്ല. പക്ഷേ എപ്പോഴും സംഗീതത്തിൽ എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്ന സംഗീതം, ഇപ്പോഴത്തെ ടി എൻ കൃഷ്ണയുടെ ചില കച്ചേരികൾ അത് പ്രിപ്പയർ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ശ്രീവത്സൻ്റെ ചില കച്ചേരികളിലൊന്നും നമുക്കങ്ങനെ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഗീതമായിട്ട് തോന്നാറുണ്ട്. എന്നാൽ മറ്റുള്ള പല സംഗീതജ്ഞരുടെയും അവർ പ്രശസ്തരായാലും അത് പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ നേരത്തെ പറഞ്ഞ ശൈലിയോടാണ്. ആ ശൈലിയോടൊരു താല്പര്യമുണ്ട്. എങ്കിലും പൊതുവിൽ സംസാരം തുടങ്ങിയപ്പോഴും ഇപ്പോൾ ഈ ചില കച്ചേരിയുടെ താല്പര്യം പറയുമ്പോഴും യാഥാസ്ഥിതികമായിട്ടുള്ള പലതിനോടും അതിൻ്റെ ഉപരി പുതുമകളോടാണെന്ന് തോന്നുന്നു അജയേട്ടന് താല്പര്യം കൂടുതൽ. അല്ല, ഞാനൊരു പാരമ്പര്യവാദം ഈ നേരത്തെ പറഞ്ഞ പോലെ ആ തലമുറയിൽ പാരമ്പര്യവാദം ശരിയല്ല എന്ന് പറയുന്ന, പക്ഷേ പാരമ്പര്യം എന്ന് പറയുന്നത് അതിൻ്റെ തടവറയിലാവരുത് നമ്മൾ, സോമർസെറ്റ് മോം പറഞ്ഞ പോലെ. പക്ഷേ പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏത് പാരമ്പര്യമായാലും അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ തടവറയിലാവുന്ന ആളാണ് അതിൻ്റെ കടുത്ത പാരമ്പര്യവാദിയായി മാറുന്നത്. അപ്പോൾ എനിക്ക് പുതുമ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇഫ് യു നോ ദ റൂൾസ് യു ക്യാൻ ബ്രേക്ക്, അതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നിയമം അറിയാതെ അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ വൃത്തം അറിയാത്ത ആൾ വൃത്തത്തിൽ ഞാൻ കവിത എഴുതില്ല എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല. വൃത്തം അറിയുന്ന ആൾക്ക് വൃത്തം ഇല്ലാണ്ട് കവിത എഴുതാം, അതുകൊണ്ട് തെറ്റില്ല. അതാണ് അതിലത്തെ ഒരു വ്യത്യാസം. ഇനിയിപ്പോൾ സംഘാടനം കഥകളിയുടെ, പിന്നെ അത് എത്ര വർഷം, കുറച്ച് കാലം തുറന്നു നിന്നു കഥകളി സംഘാടനം? അതെ, വർഷങ്ങൾ നീണ്ടു നിന്നു. അതിനുശേഷം ഈ കഥകളി സംഘാടനത്തിന് ശേഷമാണ് ഞാൻ പിന്നീട് സർവമംഗളെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. സർവമംഗള, അത് സർവമംഗള എന്നുള്ള പേര് പോലും അത് ശ്രീവത്സനാണ് സർവമംഗള എന്ന പേരിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് എന്താ വിചാരിച്ചാൽ അബുദാബിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കരുത്, ഒരു ട്രസ്റ്റ് പോലെ നമ്മൾ രൂപീകരിക്കുന്നു. അത് ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അബുദാബിയിൽ മാത്രമല്ല, വിദേശത്തായാലും ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിലായാലും ഒക്കെ. ഞാൻ പലപ്പോഴും കാണുന്നൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ കലാകാരന്മാർക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിവിടെ കഥകളി കലാകാരന്മാർ പലരും അവരെ പുറത്ത് കാണുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഏത് കലാരംഗത്തു നിന്നുള്ളവരും കഥകളി നടൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ രീതിയിലാണ് ബഹുമാനിക്കുന്നത്. കഥകളി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അറിയാം കഥകളി ഈസ് സംതിങ് ഗ്രേറ്റ്. പക്ഷേ ഒരു കഥകളി ആർട്ടിസ്റ്റിനെ നമ്മുടെ പഴയ തലമുറയിലും പുതിയ തലമുറയിലും പലവർക്കും അവർക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ, ഭാഷ അറിയാത്ത, മലയാളം അല്ലെങ്കിൽ കഥകളി അധികം അറിയാത്തവരെ പലരുമാണ് കഥകളിയിലെ മുമ്പൊക്കെ കഥകളിയെ പറ്റി സംസാരിക്കാനും എഴുതാനും വരാറുള്ളവർ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കലാകാരന്മാർക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, അവർക്ക് ഒരു ചൊല്ലിയാട്ടം അവർക്ക് ഇംഗ്ലീഷിൽ ചെയ്യാൻ സാധിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അന്ന്. ആ ലക്ഷ്യങ്ങളൊന്നും നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. പല ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് അതിനൊക്കെ ഉണ്ട്. അത് വേണം. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും കഥകളിയും കർണാടക സംഗീതവും ഇന്ത്യൻ മ്യൂസിക് ആർട്ട് ഫോംസൊക്കെ പ്രചരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സർവമംഗളയുടെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. ഈ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ദുബായിയാണ് കുറച്ച് എല്ലാവർക്കും ഇത്തരം കലകളും ആസ്വദിക്കുന്നത്. അബുദാബിയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു സ്വീകാര്യത ഇത്തരം കർണാടക സംഗീതവും കഥകളിയൊക്കെ? അങ്ങനെയുള്ളൊരു സംസ്കാരം അബുദാബിയിൽ അത്ര ഉണ്ടായിരുന്നില്ല. ദുബായിലെ പല സംഘടനകളും അതിനോട് ആഭിമുഖ്യമുള്ള പല ആളുകളും ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒരു ആക്റ്റീവായിട്ട് നിന്നിരുന്നു. അബുദാബിയിൽ ഈ മണിരംഗിൻ്റെ ആഭിമുഖ്യത്തിൽ കഥകളി അരങ്ങുകളൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾക്ക് കഥകളിയെ പറ്റി കൂടുതൽ മനസ്സിലാവുന്നതും. അല്ലെങ്കിൽ കഥകളിയുടെ ഒരു തിയേറ്റർ വശമുണ്ട്. ഇപ്പോൾ ഒരു കീചകവധം എടുത്തു നോക്കൂ. ഒരു വില്ലൻ്റെ മരണം കണ്ട് കരഞ്ഞു പോകുന്നു നമ്മൾ, അല്ലേ? അത് ലോകത്തിൽ എവിടെയെങ്കിലും വേറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു വില്ലൻ്റെ, കീചകൻ്റെ മരണം നമ്മളെയൊക്കെ ഒന്ന് വിഷമിപ്പിക്കും. കാര്യം ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അത് മഹാഭാരതത്തിൽ കീചകവധം വായിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ല. പക്ഷെ അത് കീചകവധം കളി കാണുമ്പോൾ മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അതുപോലെ നളചരിതത്തിൽ 4 ദിവസങ്ങളെ നോക്കൂ. രണ്ടാമത്തെ ദിവസം 12 വർഷമാണെന്ന് തോന്നുന്നു. അതായത് പതിഞ്ഞ പദത്തിൽ കൂടെ അവരുടെ നല്ല കാലത്തെയാണ് ആ 2 പതിഞ്ഞ പദം കാണിക്കുന്നത്. അപ്പോൾ കഥകളി ഒരു കഥയല്ല പറയുന്നത്, ആ ഒരു മോമെൻറ്റിനെ എടുത്തിട്ട് കുറേ വർഷങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് ശീലിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ കഥകളിയിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുപോലെ കഥകളിയിലത്തെ കത്തിവേഷങ്ങൾ,
ഒരു വില്ലനിലും ഉണ്ട് എന്താ വേണ്ടേ റൊമാൻറ്റിക് ഭാവങ്ങളുണ്ട്, വില്ലനിൽ നല്ല സ്വഭാവങ്ങളുണ്ട്, ദുര്യോധനൻ്റെയൊക്കെ പതിഞ്ഞ പദങ്ങൾ. ഇതൊക്കെ വേറെ ഒരു ഫോമിൽ നമ്മൾ വില്ലൻ എന്ന് പറഞ്ഞാൽ അവിടെ വില്ലൻ തന്നെയായിരിക്കും വേറെ ഏത് ആർട്ട് ഫോമിലും. അത് കഥകളിയുടെ മാത്രം, കഥകളിയിലും ഉണ്ട് ഒരു മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ എന്തിനേയും അറിയില്ല, ഞാൻ ഒരു ആർട്ട് ഫോം എടുക്കുമ്പോഴും അതിന് പഠിക്കാൻ എന്താണെന്ന് നോക്കും. അപ്പോൾ കഥകളിയിൽ കൂടെ മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. അതും അതെങ്ങനെയാണ്? അതായത് ഇപ്പോൾ ദുര്യോധനൻ്റെ ഇപ്പം മഹാഭാരതത്തിൽ എനിക്ക് ഏറ്റവും മഹാഭാരതത്തിനെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് ദുര്യോധനൻ. ദുര്യോധനന് മറ്റുള്ള പല പ്രശ്നങ്ങളുണ്ടായാലും ആൾ നയിച്ച യുദ്ധം നോക്കൂ, ഏറ്റവും കേമന്മാരായിട്ടുള്ള ആളുകളെ മുഴുവൻ മാനേജ് ചെയ്യണം. ദ്രോണരെ കർണൻ പോകുന്നവരെ കർണൻ വരാൻ പാടില്ല ഞാൻ സൈന്യാധിപനായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു. ഭീഷ്മർക്ക് ഇഷ്ടമല്ല, ഭീഷ്മരും ദ്രോണരും രണ്ടുപേരും വെറ്ററൻസാണ്. അപ്പം അങ്ങനെയുള്ള ഇത്രയും പേരെ ഒരേ സമയം മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കർണൻ്റേതായ പല ദുരഭിമാനത്തിൻ്റേതും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വലിയ ലീഡറാണ് ശരിക്കും പറഞ്ഞാൽ ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനൻ്റെ ഒരു റൊമാൻറ്റിക് സൈഡ് കാണിക്കുന്ന ഒരേ ഒരു കലാരൂപം കഥകളിയായിരിക്കും അല്ലേ? വേറൊരു രൂപത്തിലും നമുക്കങ്ങനെ കണ്ട് ശീലമില്ല കത്തിവേഷങ്ങളുടെ ഒരു റൊമാൻറ്റിക് സൈഡ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരിലും ഉണ്ട് നന്മയും തിന്മയും, ആരും പെർഫെക്റ്റായിട്ട് മനുഷ്യരല്ല എന്ന് ഒരു ഇതുകൂടി, അല്ലെങ്കിൽ കഥകളിയിലത്തെ പതിഞ്ഞ പദങ്ങൾ അങ്ങനെ വളരെ സ്ലോ ആയിട്ടുള്ള ടെമ്പോയിൽ കല ആസ്വദിച്ചിരുന്നൊരു കാലം, നമുക്ക് ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സമയം എന്താ പറയുക, എത്ര സമയം എടുത്ത് വേണമെങ്കിൽ നമുക്ക് കല ആസ്വദിക്കാം, അല്ലെങ്കിൽ അതാണ് ജീവിതം, പതിഞ്ഞ താളത്തിലുള്ളതാണ് ജീവിതം എന്ന് കാണിക്കുന്നതാവാം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കഥകളിയിൽ കൂടെ പഠിക്കാൻ പറ്റുന്നു. അത് ഏത് കലാരൂപത്തിലും ഉണ്ടാവാം. അതിപ്പോൾ ഒരു ഫോക്കിലും നമുക്ക് പലതും പഠിക്കാൻ പറ്റുന്നില്ലേ. അങ്ങനെ ഇതൊക്കെ അവിടെ ഒരു സംഘാടന ആരംഭിച്ചു, സർവമംഗളയിലേക്ക് കടന്നു. സർവമംഗളയുടെ പിന്നീടുള്ള പദ്ധതികൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ സർവമംഗള കോവിഡിന് മുമ്പും ശേഷവും എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ. അപ്പോൾ അന്ന് ആ സമയത്ത് നമ്മൾ ഒരു അമ്പലത്തിനെ ഒരു ടെമ്പിൾ സീരീസ് തുടങ്ങിയിട്ടുണ്ടായി. അത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ അവിടെ നമ്മളൊരു കച്ചേരിയോ അല്ലെങ്കിൽ ഒരു കലാരൂപമോ അവതരിപ്പിക്കുന്നു. അപ്പോൾ ചിദംബരത്ത് വെച്ച്, ഗുരുവായൂർ, അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ വെച്ചും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെല്ലുന്നു, അവിടെ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നു, അവിടെ ആ കലാരൂപത്തിനെ പറ്റിയിട്ടൊരു അവഗാഹം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രോജക്റ്റുകൾ സർവമംഗള കോവിഡിന് മുൻപ് തുടങ്ങി വെച്ചിട്ട് സക്സസ്ഫുള്ളായി ചെയ്തു. അതുകൂടാതെ ഡോക്യുമെൻ്റ് ചെയ്യുക, പിന്നെ ചില ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കി. അതൊക്കെ ഈ പറയുന്ന പോലെ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് വെച്ചിട്ടല്ല, ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹമുള്ള കഴിവുള്ള ചില ആളുകൾ വരുന്നു. അവർക്ക് സാമ്പത്തികമായ അല്ലെങ്കിൽ കാരണങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ആ പുതിയ ആളുകളായതുകൊണ്ട് അവരെ ഒരു പ്രൊഡ്യൂസർ അംഗീകരിക്കാത്തതുകൊണ്ടൊക്കെ ചില സമയങ്ങളിൽ ഞാൻ അതിൽ അവരെ സഹായിക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലൊന്നും ഞാൻ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടാറില്ല. അപ്പോൾ അങ്ങനെ പല ഡോക്യുമെൻ്ററികളും ഇന്ത്യൻ പനോരമയിലും 35-40 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പിന്നീട് പോയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ചിലവിൽ നിർമ്മിച്ച ഡോക്യുമെൻ്ററികൾ. അത് ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ മധ്യപ്രദേശിലെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ ചെയ്ത ഡോക്യുമെൻ്ററികളുണ്ട്. പിന്നെ അതുകൂടാതെ ചില രേഖപ്പെടുത്തലുകൾ, ഇപ്പോൾ മട്ടന്നൂർ ആശാൻ്റെ ജീവിതത്തിനെ നമ്മൾ ഡോക്യുമെൻ്ററി ആക്കിയിട്ടുണ്ട്. അതിനെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന, ഇപ്പോൾ ഡോക്ടർ സി വി കൃഷ്ണൻ്റെ ഒരു ഡോക്യുമെൻ്ററി, അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കലാരംഗത്ത് പ്രവർത്തിച്ചവരുടെ ജീവിതം ഡോക്യുമെൻ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പെരുവനുമായിട്ട് ബന്ധപ്പെട്ട് പെരുവനത്തിന് ഒരു 1500 വർഷത്തെ ചരിത്രമുണ്ട്. പെരുവനം മാറാട്ടുപുഴ പൂരത്തിന്. അതുപോലെ തന്നെ പെരുവനത്തിൻ്റെ അതിർത്തി തൃശ്ശൂർ ജില്ലയെക്കാളും വലുതായിരുന്നു. അപ്പോൾ പെരുവനത്തിനെ ഞാൻ ആ പെരുവനം ഗ്രാമം ഇന്നുള്ള ഗ്രാമത്തിനായിട്ടല്ല കാണുന്നത്, ഒരു പെരുവനം ദേശം എന്ന രീതിയിലാണ് പെരുവനത്തിനെ കാണുന്നത്. അപ്പോൾ അതിനെ ഒരു കൾച്ചറൽ മാപ്പിംഗ് എന്നുള്ളൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാപ്പിങ്ങിൻ്റെ അവസാന സ്റ്റേജിലാണ്. അത് പെരുവനത്തിൻ്റെ എല്ലാ സാധ്യതകളെയും, ആ പഴയ പെരുവനം ദേശത്തിൻ്റെ 23 അമ്പലങ്ങളുള്ള പൂരത്തിൻ്റെ പ്രക്രിയ ഇതെല്ലാം ഇപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റായി മാറുകയാണ്. ശരി. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കോവിഡിന് മുന്നേ നമ്മൾ തുടങ്ങി വെച്ചതാണ്. ഈ നാട്ടിൽ സംഘാടനമായിട്ട് അബുദാബിയിലത്തെ നാട്ടിൽ സംഘാടനം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? നാട്ടിൽ പലപ്പോഴും പിന്നെ സർവമംഗലയുടെ വേറൊരു
ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മറ്റുള്ള സംഘടനകളെയും കൂടി എംപവർ ചെയ്യുക, അല്ലെങ്കിൽ കലാകാരന്മാരെ അവരുടെ ആവശ്യം കണ്ട് അറിഞ്ഞ് സഹായിക്കുക, അവരെ എംപവർ ചെയ്യുക, പുതിയ കലാകാരന്മാരെ വാർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നാട്ടിൽ അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും, അത് കലാരംഗം എന്നുള്ള, ഇപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പല കലാകാരന്മാരെയും, അത് പ്യുവർ ആർട്ട് ഫോംസിൽ വർക്ക് ചെയ്യുന്നവരെ മാത്രമല്ല, ഗാനമേള അല്ലെങ്കിൽ മൈക്കുമായിട്ട് ഈ സൗണ്ട് ഒക്കെ ഇത് ചെയ്യുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അങ്ങനെ പലർക്കും ഒരു ചെറിയ അളവിലെങ്കിലും അവരുടെ ജീവിതത്തിനെ സ്പർശിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഒരു സംഘടനയെ, അവരുടെ ഒരു പ്രോഗ്രാമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിൽ ശ്രമങ്ങളുടെ പേരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അതൊന്നും നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങളല്ല. അല്ല, ഞാൻ ഒരു പക്ഷേ വായിച്ചറിഞ്ഞ വിഷയം, അനുഭവത്തിലുള്ളൊരു വിഷയം നമ്മൾ മനസ്സിലാക്കിയത് കോവിഡ് സമയത്ത് ഈ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞില്ലെങ്കിലും വളരെയധികം കലാകാരന്മാർക്ക്, ബുദ്ധിമുട്ട് അനുഭവിച്ച കലാകാരന്മാർക്ക് സഹായം ഉണ്ടായിരുന്നു. 1000-ഓളം പേര്, 1000-ലുപരിയാണോ? എനിക്ക് തോന്നുന്നു അങ്ങനെ കൃത്യമായ നമ്പറില്ല, അത് 1000 തന്നെ, 1000-ലധികം വന്നാലേ ഉള്ളൂ. അത് കേരളത്തിലാണോ? അല്ല, കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ പല ഭാഗത്തും ഉള്ള കലാകാരന്മാർക്ക് സഹായം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇന്ന അളവിൽ നിന്നില്ല, ചിലപ്പോൾ ആരെങ്കിലും പറയുന്നതായിരിക്കാം. പല ആളുകളുടെയും ആരുടെ പേരുകളും ഒന്നും നമ്മൾ പുറത്തേക്ക് പറയുന്നില്ല. അങ്ങനെ ആ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു കലാകാരന്മാരാണ്, ബാക്കിയുള്ള ആളുകൾക്ക് മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആയാലും അവർ പകുതി ശമ്പളമാക്കി, ചിലർക്ക് 60% അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കലാകാരന്മാരെ അഡ്രസ്സ് ചെയ്യാൻ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കാരണം കലാകാരന്മാരാണ് ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടു പോയ ഒരു വിഭാഗം എന്ന് പറയാം. പ്രത്യേകിച്ച് സംഘടിതരല്ലോ അവർ, ഒരു സംഘടന ഒരു സംഘടനാ രൂപത്തിലില്ല അവർ. പിന്നെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന കലാകാരന്മാർ വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ എയ്ഡ് വന്നിട്ടാണ്. പല സമയത്തും ആ എയ്ഡൊക്കെ ഇല്ലാതായി പോയ അവസ്ഥയുണ്ട്. പിന്നെ ഏറ്റവും അധികം അഭിമാനികളായിരിക്കും, അവരുടെ അഭിമാനം ഒരിക്കലും അവർ പണയം വയ്ക്കില്ല. ഒരു കലാകാരൻ ഒരിക്കലും, ഒരു യോഗിയുടെ തുല്യനാണ് ഒരു കലാകാരൻ. മുമ്പ് ഇപ്പോൾ കഥ കേട്ടില്ലേ, ഒരു യോഗി ഭക്ഷണം കഴിക്കാതെ കുറേ ദിവസങ്ങളിൽ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ ആരോടും വിശന്നാൽ ഭക്ഷണം ചോദിക്കില്ല. അതേ അവസ്ഥയാണ് കലാകാരൻ്റെ. ഒരിക്കലും ഒരു കലാകാരൻ ആളുടെ കഷ്ടപ്പാട് വേറൊരാളോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല, പറയൂല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം, അത് നമ്മുടെയും കൂടി ഭാഗ്യമാണ്. ആ കലാകാരന്മാരുടെ മനസ്സ് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം സംഘാടനത്തിലേക്ക് അജേട്ടൻ വന്നത്. ഇനി മറ്റൊരു വിഷയം, ഇതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ രണ്ട് ഫിലിംസാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10ഓളം ഡോക്യുമെൻ്ററികൾ. ഡോക്യുമെൻ്ററി അല്ല, ചലച്ചിത്ര ഫുൾ സിനിമ നമ്മൾ ഇതുവരെ കൈവച്ചിട്ടില്ല. ഉള്ള പ്രോജക്റ്റുകൾ പലതും സംസാരിച്ചു എന്ന് വെച്ചാലും കോവിഡിന് മുന്നായിരുന്നു. അതിനുശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ കുട്ടികൾ മാത്രം നിർമ്മിച്ച ഒരു പ്രോജക്റ്റ്, അത് ഇതുപോലെ തന്നെ സംഭവിക്കുന്നതാണ്. അതൊന്നും അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, അതിന് കഴിവുള്ള ഒരാൾ നമ്മളുടെ അടുത്ത് വരുന്നു, അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു, അവരിൽ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഈ പ്രോജക്റ്റിൽ കുട്ടികളുടെ മാത്രം സിനിമയാണത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. എൻ്റെ പേര് ഒക്കെ നിശ്ചയിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്, കണ്ട് ഇതാവേണ്ടതാണ്. അതിൻ്റെ സെൻസറിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം. ഇതിലൊന്നും ഞാൻ നേരിട്ട് ഇടപെടുന്ന, ഒരിക്കലും ഇടപെടാറില്ല. മറ്റേ സ്വാതന്ത്ര്യത്തിൽ അവർ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിൽ അഭിപ്രായം പറയാമെന്നല്ലാതെ ഇന്നത് ചെയ്യണം, ഇന്ന ആൾ വേണം, അങ്ങനെ ഒരിക്കലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ജീവിതത്തിനെ അടയാളപ്പെടുത്തുന്ന ചില ശ്രമങ്ങൾ നടത്തുക, അതൊക്കെയാണ്. അല്ലാണ്ട് ഒരു ഫുൾ ടൈം ഫീച്ചർ ഫിലിം ഇതുവരെ സർവമംഗലയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇനി അടുത്തത് ഒരു 4ാം ഘട്ടോ എന്തെങ്കിലും പറയാനുള്ള പുസ്തക ഗ്രന്ഥരചന എന്നുള്ള വിഷയം അജേട്ടനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഇതെല്ലാം മറന്നാലും പുസ്തകം, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തൊരു സാധനം, ഒരു വസ്തു എന്ന് പറഞ്ഞതാണല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് പുസ്തകരചനയിലേക്ക് കിടക്കണം, ഗ്രന്ഥരചനയിലേക്ക് കിടക്കണം? എനിക്കാണ് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരു അറിവ്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് തന്നെയാണ്. അതിൽ നിന്നുള്ള അറിവ് നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പിന്നീട് തിരിച്ചു വരും.
അത് ഒരു സംശയമില്ല. ചിലപ്പോൾ പുസ്തകം എഴുതിയിട്ടാവാം, അല്ലെങ്കിൽ പ്രവൃത്തികളിൽ കൂടി ആവാം. അപ്പോൾ അത് എനിക്ക് വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ്. പുസ്തകം എഴുതുക എന്നുള്ളത് മുമ്പ് പുസ്തകം എഴുതുക എന്നുള്ള ആശയങ്ങളുണ്ടായിരുന്നു. 5 വർഷം മുമ്പോ 6 വർഷം മുമ്പോ എഴുതി വെച്ച ചില ഒരു ഫിക്ഷൻ ഞാൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാരണം അത് പിന്നീട് വായിക്കുമ്പോൾ എനിക്കത് അതിനി പ്രസിദ്ധീകരിക്കേണ്ടെന്നുള്ള തോന്നലുണ്ടാവും. ചിലപ്പോൾ അത് പോരാ, ഇനിയും നന്നാക്കാം എന്ന ഒരു തോന്നലുണ്ടാവാം. കോവിഡിൻ്റെ സമയത്താണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ലിങ്ക്ഡിൻ കൂടെയൊക്കെ കുറേശ്ശെ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്നാണ് എന്തുകൊണ്ട് പുസ്തകമാക്കിക്കൂടാ എന്ന ഒരു ചിന്ത വരുന്നതും. അങ്ങനെയാണ് ആദ്യം എന്താ പറയുക, സിനിമയും മാനേജ്മെൻറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകം ആദ്യം 21 ലോക സിനിമകൾ അതിലത്തെ മാനേജ്മെൻറ്റ് വശങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടുള്ളൊരു പുസ്തകം വരുന്നത്. എനിക്കൊണ്ട് അങ്ങനെ ഒരു പുസ്തകം, അങ്ങനൊരു ആശയം ഒരു പുസ്തക രൂപത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സാധിക്കുന്നു. പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ പലവരും ഉണ്ട്, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ. കാരണം ചെറുപ്പക്കാരിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്, നമുക്കും പഠിക്കാനുണ്ട്. അവർ നമ്മളിൽ നിന്ന് പഠിക്കുന്ന പോലെ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് പല സ്റ്റാർട്ടപ്പുകളുടെയും ഒരു മെൻറ്റർ, അഡ്വൈസറൊക്കെ ആയിട്ട് ഞാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടി ഒരു പുസ്തകം, അതാണ് ഫോർമുല ഗ്രോത്ത് എന്നുള്ള ഒരു പുസ്തകം ആലോചിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ ഒരു നല്ല പാരൻ്റായി മാറാനുള്ള ശ്രമത്തിൽ കൂടിയാണ് മൈൻഡ്ഫുൾ പാരൻറ്റിങ് എന്ന് വരുന്നത്. ഞാൻ എപ്പോഴും ഒരു കോ ഓഥറെ, ആ മേഖലയിൽ ഒരാളെയും കൂടി ഞാൻ കൂടെ ചേർക്കാറുണ്ട്. അത് എൻ്റെ കൂടെ സ്വാർത്ഥതയാണ്. കാരണം എൻ്റെ പുസ്തകം ഏറ്റവും നല്ല പുസ്തകമാകുമ്പോൾ ആ മേഖലയിലുള്ളൊരു എക്സ്പേർട്ട് എൻ്റെ അടുത്ത്, എൻ്റെ തന്നെ CEO, വേറൊരു ഫ്രണ്ടുണ്ട് പ്രിയ, അവരൊക്കെ ചേർന്നിട്ടാണ് ഫോർമുല ജി വരുന്നത്. മറ്റേ സിനിമയെ ബന്ധിച്ചിരിക്കുന്ന പുസ്തകം ഞങ്ങളുടെ ഓഫീസിൽ GM-ഉം CEO-യും ഞാനും കൂടി ചേർന്ന് എഴുതിയതാണ്. മൈൻഡ്ഫുൾ പാരൻറ്റിങ് ഞാനും പ്രവീൺ പരമേശ്വരൻ, ആൾ ഈ കരിയർ ഗൈഡൻസിലത്തെ ഒരു എക്സ്പേർട്ടാണ്. പിന്നെ എൻ്റെ 4ാമത്തെ പുസ്തകമാണ് ഞാൻ ഒറ്റയ്ക്ക് എഴുതിയൊരു ആദ്യത്തെ പുസ്തകം. അത് ബിസിനസ് ഗീത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കൺവേഴ്സേഷനാണ്. കൺവേഴ്സേഷനിൽ കൂടെ ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആദ്യത്തെ നടത്തിയിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ അതിലും വലിയൊരു കൗൺസിലിംഗ് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവും തോന്നില്ല. അപ്പോൾ ഈ ചർച്ചകൾക്കും കൺവേഴ്സേഷനുള്ളൊരു ഒരു പ്രാധാന്യം നമ്മുടെ സംസ്കാരത്തിലും അല്ലെങ്കിൽ ലോകത്തിലെ ഏത് സംസ്കാരത്തിലും അടുത്തല്ലുള്ളതാണല്ലോ. അപ്പോൾ പല ആളുകളുമായിട്ട് ഞാൻ നടത്തിയ റിയൽ കൺവേഴ്സേഷൻ, സംഭാഷണങ്ങളെ ഒരു പുസ്തകത്തിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന ചിന്തയിൽ നിന്നാണ് ബിസിനസ് ഗീത വരുന്നത്. അപ്പോൾ അതിലെൻ്റെ കൊളീഗ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കറിയാത്ത വഴിപോക്കർ, സ്ട്രേഞ്ചറായിട്ടുള്ള ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെയുള്ള ആയിട്ടുള്ളൊരു കൺവേഴ്സേഷനിൽ നിന്നും ഞാൻ പഠിച്ച ചില മാനേജ്മെൻറ്റ് വശങ്ങൾ. അങ്ങനെ ഒരു കൺവേഴ്സേഷൻ 50 കൺവേഴ്സേഷൻ 50 ലെസൺസ്, അതാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം, അങ്ങനെ ഒരു ആശയം, ഇതൊക്കെ എങ്ങനെയോ നമ്മളെ തോന്നിപ്പിക്കുകയാണ്. എനിക്ക് എപ്പോഴും രാവിലെ ഞാൻ 5 മണിക്ക് ഉണരുള്ളൂ വെച്ചാലും ചില ദിവസങ്ങളിൽ വളരെ രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. അപ്പോൾ തോന്നുന്ന ചില ആശയങ്ങളുണ്ട്. അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മോശമായിട്ട് വന്നിട്ടില്ല. ആ ആശയങ്ങൾ ചിലപ്പോൾ ചിലത് ഞാൻ മറന്നു പോകും, പക്ഷേ വീണ്ടും വീണ്ടും അത് വരുന്ന ഒരു ആശയം എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് ചിലത് പുസ്തകങ്ങളിലേക്ക് വരാം, ചിലത് പ്രവൃത്തിയായിട്ട് വരാം, അങ്ങനെയാണ് സംഭവിക്കാറ്.